channel. Hope you're all safe and fine. എൻ്റെ പേര് കൃഷ്ണജ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പം പലരും പറഞ്ഞു വളരെ കാഷ്വലായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു, ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ കാര്യങ്ങൾ ഒരു കഥ കേൾക്കുന്ന പോലെ ഇരുന്ന് കേൾക്കാൻ പറ്റി, എളുപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് അയച്ചായിരുന്നു. അതുപോലെ കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഇനി ഈ ഒരു പാറ്റേൺ ഈ ഒരു സ്റ്റൈലിൽ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എനി തിയറി ക്ലാസ്സസ് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലാസ്സസ് കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ മുതൽ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ ക്ലാസ്സസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഏരിയയിൽ നിന്നും പൊതുവെ ചോദിച്ച് കാണാറുള്ള ഒരു 5 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് എന്തൊക്കെയാണ്, അതുപോലെ ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണ്, ട്രിക്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റെസ്പോൺസിനൊക്കെ ഞാനൊരു വലിയ താങ്ക്സ് പറയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്പീഡ് എസ് എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്യാണ് സ്പീഡിനെ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത സമയത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അതായത് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നതാണ് എന്ത്? സ്പീഡ്. ഇതാണ് നമ്മുടെ സ്പീഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. ഇനി ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് മറ്റ് രണ്ട് ഫോർമുലാസ് കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, എന്ത്? രണ്ടാമത്തേത് ടൈമാണ്. ഈ ഒരൊറ്റ ഫോർമുലയിൽ നിന്ന് നമ്മൾ മറ്റ് രണ്ട് ഫോർമുലാസും കൂടി കണ്ടെത്തുകയാണ്. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഡിസ്റ്റൻസ് ഡി ഉണ്ടല്ലോ, അതിവിടെ ഈ ഒരു ഫോർമുലയിൽ നോക്കുമ്പോൾ ഡിസ്റ്റൻസിനെ ഇവിടെ തന്നെ നിർത്തുകയാണെങ്കിൽ ടി എന്ത് സംഭവിക്കും? ഇങ്ങോട്ടേക്ക് പോകുമല്ലേ, ഈ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരേണ്ടി വരും. അതായത് ഇവിടെ ഡിവിഷനിലിരിക്കുന്ന ടി ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. നമ്മൾ ഡി എഴുതി, ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുണ്ട്? എസ് ഓൾറെഡി ഉണ്ട്. ഇനി ഡിവിഷനിലിരിക്കുന്ന ടി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എന്തായി മാറി? മൾട്ടിപ്ലിക്കേഷനായി മാറി. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം. ഇനി നമുക്ക് ടൈം എങ്ങനെ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫോർമുലയിലേക്ക് നോക്കിയാൽ മതി. ഈ ടൈമിന് ഇവിടെ തന്നെ നിർത്തുവാണെങ്കിൽ എസ്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും അല്ലേ. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇരിക്കുന്ന എസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. അതായത് ടി ഈക്വൽസ് ഡി ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് ഡി ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി ഈ എസ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള എസ് ഇവിടേക്ക് വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഡിവിഷനായിട്ട് മാറും. അതായത് ഡി ബൈ എസ്. അപ്പോൾ ഇതാ ഈ ഒരൊറ്റ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഇത് രണ്ടും കണ്ടെത്തിയത്. അതായത് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഈ ഒരൊറ്റ ഫോർമുല അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇത് രണ്ടും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത്. അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ബൈ ഹാർട്ടാക്കി വയ്ക്കുക. സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇനി ഡിസ്റ്റൻസിനെ പൊതുവെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ്. 1 കിലോമീറ്റർ, 2 മീറ്റർ. കിലോമീറ്റർ ആൻഡ് മീറ്റർ, ഈ 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യാറ്. ഇനി ടൈമിനെ എങ്ങനെയാണ് ചെയ്യാം? ഒന്നുകിൽ അവർ ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. അവർ ഓർ സെക്കൻഡ്. മിനിറ്റ് പൊതുവെ നമ്മൾക്ക്
വരാറില്ല. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ വന്നാലും നമ്മൾ ആ മിനിറ്റിനെ എന്താക്കി മാറ്റാറുണ്ട്, സെക്കൻഡ്സ് ആക്കി മാറ്റാറുണ്ട്, അല്ലെങ്കിൽ അവറാക്കി മാറ്റാറുണ്ട്. അപ്പോൾ ഈ സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. ടൈം എന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്പീഡിന്റെ യൂണിറ്റ് എങ്ങനെയാണ് കാണുക? ഒന്നുകിൽ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സ്പീഡിന്റെ യൂണിറ്റ്സ് ഏതാണ്? കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ചോദ്യത്തിൽ കിലോമീറ്റർ പെർ അവർ എന്നുള്ള അല്ലെങ്കിൽ കിലോമീറ്റർ അവർ എന്നീ യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്, എന്നിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ആൻസർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുന്നത് നോക്കാം. കിലോമീറ്റർ പെർ അവറിൽ ഉള്ള ഒരു മെഷർമെൻറ്റിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മീറ്റർ പെർ സെക്കൻഡിലുള്ളതാണെങ്കിലും ഈ മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റിലുള്ള ഒരു മെഷർമെൻറ്റിനെ നമ്മൾ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓർത്തിരുന്നാൽ മതി. കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ 5 മുകളിലാണ്, 18 അടിയിലാണ്, അതായത് 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ ആണെങ്കിലോ ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് വയ്ക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസും 5ഉം ഏതാണ്ട് ഒരേ പാറ്റേൺ അല്ലേ? മനസ്സിലായോ? അപ്പം ഒന്ന് ഓർത്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഓർത്ത് വയ്ക്കുന്ന ട്രിക്ക് ഇതാണ്. ഈ എസും 5ഉം ഏതാണ്ട് സിമിലർ ആണ്. അപ്പോൾ ഈ ഒരൊറ്റ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഇതും ഓർമ്മ വരും, ഇതും ഈ ഒരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളുടെ സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി ഡിസ്റ്റൻസ് നമ്മൾ കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്ന യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ടൈമിനെയാണെങ്കിൽ അവർ ഓർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുക. അതായത് സ്പീഡിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. ഇനി കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്ന മെഷർമെൻറ്റിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന മെഷർമെൻറ്റിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നിങ്ങൾക്കൊരു ചോദ്യം തന്നിരിക്കുകയാണ്. ഒരാൾ 6 മണിക്കൂർ കൊണ്ട് 30 കിലോമീറ്റർ സഞ്ചരിക്കും എന്ന് വിചാരിക്കും. അയാളുടെ സ്പീഡ് എത്ര? അതായത് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടല്ലേ, അല്ലേ? 6 അവേഴ്സാണ് പറയുന്നത് അല്ലേ? 6 hours. എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് പറഞ്ഞത്? ഡിസ്റ്റൻസ് ഈക്വൽസ് 30 കിലോമീറ്റർ ആണെന്നാണല്ലേ പറഞ്ഞത്? 30. അപ്പം അയാളുടെ സ്പീഡ് എന്തായി? നമുക്ക് സ്പീഡിൻ്റെ ഫോർമുല അറിയാം. എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 30 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ ടൈം 6 ആണ്. രണ്ടും കിലോമീറ്ററിലും അവറിലാണ്. ഒരെണ്ണം സെക്കൻഡിലും ഒരെണ്ണം കിലോമീറ്ററിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഈ കിലോമീറ്ററിനെ മീറ്ററാക്കി കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സെക്കൻഡിനെ അവറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടും കിലോമീറ്റർ പെർ അവർ എന്നുള്ളൊരു യൂണിറ്റ്, രണ്ടും സിമിലർ യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇൻ കേസ് ഇവിടെ മീറ്ററും ഇവിടെ അവറും ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ കിലോമീറ്റർ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സെക്കൻഡ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും സിമിലർ ആയതുകൊണ്ട്, ഇൻ സെൻസ് രണ്ടും ഒരേ യൂണിറ്റ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ വേറെ കൺവേർഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ നടത്താം. അപ്പം ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം തന്നിട്ടുണ്ട്. 30/6 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 30/6 എന്ന് പറയുമ്പോൾ 5 ആണ് അല്ലേ? അയാളുടെ സ്പീഡ് എന്താണ്? 5 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഒരു മണിക്കൂറിൽ അയാൾ 5 കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു മണിക്കൂറിൽ 5 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണ് അയാൾ 6 മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കും.
ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കണം. ഇനി നമുക്ക് സ്ലൈഡിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ കാർ ടേക്സ് 6 hours to cover a journey at a speed of 45 km/h. At what speed must it travel in order to complete the journey in 5 hours? ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടി നമുക്ക് ഈ ടൈമും, അതായത് S=D/T എന്ന ഫോർമുലയിൽ നിന്ന് ടൈമും ഡിസ്റ്റൻസും എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ആഡ് ചെയ്തത്. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യം പറയുന്നത് ഒരു ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ X കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ അയാൾ 6 മണിക്കൂറും 45 km/h എന്ന സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 45 km/h എന്ന സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ അയാൾ ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ, ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അയാൾക്ക് എത്ര സ്പീഡ് ഉണ്ടായിരിക്കണം എന്നതാണ് ചോദ്യം. നമ്മളുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോവാണ് കേട്ടോ. അതായത് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അയാൾ എടുക്കുന്ന സമയം 6 hours, സ്പീഡ് 45 km/h ആണ്. അപ്പം ഈ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിൻ്റെ ആൻസർ കിട്ടില്ല. അപ്പം ഈ ഒരു ആദ്യത്തെ പോർഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടെത്തണം അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടെത്തുക. നേരത്തെ നമ്മളൊരു ഫോർമുല പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഡിസ്റ്റൻസ് ഈക്വൽസ് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഒന്നും വേണ്ടത് ഈ നമ്മളുടെ ബേസിക് ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്കത് കണ്ടെത്താനും സാധിക്കും. ഇവിടെ നമുക്ക് ഡി ആണ് വേണ്ടത്. ഡീനെ അവിടെ നിർത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡി ഈക്വൽസ് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം. കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? 45 km/h ഇൻറ്റു ടൈം എത്രയാ? 6 hours ആണ് അല്ലേ? 6 hours. ഈ അവറും കട്ട് ചെയ്ത് പോയിട്ടോ. നമുക്ക് ബാക്കിയുള്ളത് കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം യൂണിറ്റ്, ഒരു കൺഫ്യൂഷനും കൂടാണ്ട് നമുക്ക് ഇങ്ങനെ റെഡി മെയ്ഡായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവും. അപ്പം പിന്നെ നമ്മൾ യൂണിറ്റ് ഏതാണെന്നുള്ളൊരു തപ്പലിനൊന്നും പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ ക്രോസ് ചെയ്ത് കളയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റ് നമ്മൾക്ക് യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമ്മളുടെ ആ ഒരു കാൽക്കുലേഷൻ എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ കൃത്യമായിട്ട് സാധനം ആ ഒരു യൂണിറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം 45 × 6 എത്രയാണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 45 × 6 എന്ന് പറയുന്നത് 270 ആണ് കിട്ടുക. 270 km. നമ്മൾ ആ കാൽക്കുലേഷൻ കൂടി കാണിച്ചു തന്നിട്ട് നിങ്ങൾ സമയം പോകുന്ന പഠിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാതെ. അപ്പം നമ്മളുടെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ 270 കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ അടുത്ത പോർഷനിലേക്ക് പോവാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അല്ലേ? നമ്മൾ 6 hours 45 km/h എടുത്തപ്പോൾ ഈ സെയിം എക്സ് ഡിസ്റ്റൻസ് 5 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു കാറിന് എത്ര സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്കിവിടെ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 270 km ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ഒരു ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 270 ആണ്. 270 km ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ടൈം ആണല്ലേ? ടൈം ഓൾറെഡി തന്നിട്ടുണ്ട് 5 km ആണ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 5 hours ആണ്. അതായത് 5 മണിക്കൂറോട് 270 km ട്രാവൽ ചെയ്യാൻ അയാൾക്ക് എത്ര സ്പീഡ് വേണം? ഇതാണ് ചോദ്യം. നമ്മൾ സ്പീഡ് കണ്ടെത്തിയാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ദാറ്റ് ഈക്വൽസ് 270/5 ആണ്. 20 അല്ലേ? 54 km/h ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ചോദ്യം ഒന്നുകൂടി അങ്ങ് സിംപ്ലിഫൈ ചെയ്ത് തരാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടില്ല. പകരം അയാളൊരു നിശ്ചിത ഡിസ്റ്റൻസ് 6 മണിക്കൂറിൽ പിന്നെ 45 km/h വെച്ചിട്ട് ട്രാവൽ ചെയ്തു. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടെത്തി 270 കണ്ടെത്തി. ഇനി ആ സെയിം 270 km ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ എടുക്കുന്ന
സ്പീഡാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡിസ്റ്റൻസും ടൈമും അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി? S=d/t എന്ന ഫോർമുല വെച്ചിട്ട് ആൻസർ 54 km/h എന്ന് കണ്ടെത്തി. ഇങ്ങനെയാണ് നമ്മൾ ഒരു S=d/t എന്ന ഫോർമുലയിൽ നിന്ന് ഡിയും ടിയും ഒക്കെ കണ്ടെത്തുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പോർഷനിലേക്ക് പോവാണ്, ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് 2xy/x+y. നമുക്ക് മിക്കപ്പോഴും നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ആവറേജ് സ്പീഡ് കണ്ടെത്തലാണ്. അപ്പം ആവറേജ് സ്പീഡ് കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല 2xy/x+y. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? രണ്ട് സ്പീഡ് തന്നിട്ടുണ്ടാവില്ലേ, അതായത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരാൾ ആദ്യം കുറച്ച് സമയം ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു, പിന്നെ മറ്റൊരു സ്പീഡിൽ മറ്റൊരു മെഷർമെൻറ്റ് സ്പീഡിലൊരു മാറ്റം വരുത്തിയിട്ട് അതിൽ സ്പീഡ് കൂട്ടുകയോ സ്പീഡ് കുറയ്ക്കുകയോ ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇയാൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇത്ര ടൈമിൽ എത്തുന്നു, എന്നിട്ട് ഈ ട്രാവലിന് ഇയാളെടുത്ത ഒരു സ്പീഡിൻ്റെ ആവറേജ് ആണ് പൊതുവെ ചോദിച്ച് കാണാറ്. നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: there are two towns A and B. Manu goes from A to B at 40 km/h and comes back to the starting point at 60 km/h. What is his average speed during the whole journey? അപ്പോൾ ക്വസ്റ്റൻ എങ്ങനെയാണ് വരുന്നത്? രണ്ട് ടൗൺസ് ഉണ്ട് അല്ലേ, എ എന്ന് പറയുന്ന ടൗണുണ്ട്, ബി എന്ന് പറയുന്ന ടൗണുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ മനു എന്ത് ചെയ്യാണ്? 40 km/h ട്രാവൽ ചെയ്യുന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ അയാൾ എത്ര സ്പീഡ് എടുക്കുന്നത്? 60 km/h എടുക്കുന്നത്. അതായത് ഒരു സെയിം ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഡിസ്റ്റൻസിന് വ്യത്യാസമൊന്നുമില്ല, ടൈമിനും സ്പീഡിനും മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ ടൈമിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാര്യം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് രണ്ട് സ്പീഡും കയ്യിൽ തന്നിട്ടുണ്ട്. 40 km/h തന്നിട്ടുണ്ട്, 60 km/h തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടെത്തിയാൽ മതി. ഇങ്ങനെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഡിസ്റ്റൻസും ടൈമും തന്നിട്ട് ഏതെങ്കിലും ഒരു സ്പീഡ് മാത്രം തരും. അതായത് 40 km/h തരാണ്ട് പകരം നെക്സ്റ്റ് ഇതിൽ യൂസ് ചെയ്യുന്ന സ്പീഡ് മാത്രം തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യത്തെ ആ ഒരു സെറ്റിൽ നിന്ന്, അപ്പം തന്നിരിക്കുന്ന ഡിസ്റ്റൻസിൽ നിന്നും ടൈമിൽ നിന്നും നമ്മൾ സ്പീഡ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. അതായത് രണ്ട് സ്പീഡുകൾ വെച്ചിട്ട് നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടെത്തുന്ന ഫോർമുലയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 2xy/x+y എന്നുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് നേരിട്ട് സ്പീഡ് തരാത്ത സമയത്തേക്ക് നമ്മൾ ആദ്യത്തെ സ്പീഡ് തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടൈമൊക്കെ തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്പീഡ് കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്പീഡ് വെച്ചിട്ട് അങ്ങോട്ട് ആവറേജ് കാണുകയാണ് പൊതുവെ ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരാറുള്ളത്. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഡയറക്റ്റായിട്ട് നമ്മളുടെ കയ്യിലേക്ക് 40 km/h തന്നിട്ടുണ്ട്, 60 km/h തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ ഒന്നും ഇവിടെ ചിന്തിക്കാനില്ല, നേരെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് സ്പീഡ്സും തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്പീഡിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. x=40 km/h ബൈ 60 km/h. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എക്സും വൈ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 2 × 40 × 60 ഡിവൈഡഡ് ബൈ 40 + 60 ആൻസർ കിട്ടി. പെട്ടെന്ന് നമ്മൾ ഒരു കാൽക്കുലേഷൻ എവിടെയും പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്നും വേണ്ട, പെട്ടെന്ന് ഇതിന് ആൻസറിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. 2 × 40 × 60. അടുത്ത സ്റ്റെപ്പിലാവുമ്പോൾ എന്ത് സംഭവിക്കും? 4 + 60 100 ആയില്ലേ? 100 ആയി. ഈ 0 പോയി, ഈ 0 പോയി. ഓക്കെ, ബാക്കി എന്താണല്ലേ? 2 × 4 × 6. 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 6 എന്ന് പറഞ്ഞാൽ 48 അല്ലേ? ഇതാണ് നമ്മളുടെ ആൻസർ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 48 km/h. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടെത്തുന്നത്. ഇനി നമ്മൾക്ക് പൊതുവെ വരാറുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതുപോലെ രണ്ട് സ്പീഡ്
തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പിന്നെ ഒന്നെങ്കിൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ടൈമോ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യനാണ് വരാറുള്ളത്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കാം. A girl goes to school from her village at 3 km/h and returns back at 2 km/h. If she takes 5 hours in all, the distance between the village and the school is. നമ്മളിവിടെ എന്താ കണ്ടെത്തേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 സ്പീഡുകൾ തന്നിട്ടുണ്ട്, അതുപോലെ ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫിക്സഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? ഒന്ന് ടൈമാണ് അല്ലേ. ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 5 hours ആണ് തന്നിട്ടുള്ളത്. ആൻഡ് 5 hours ആണ് തന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് നോക്കുമ്പോൾ നമുക്കിവിടെ S1 എന്ന് പറയുന്ന സ്പീഡുണ്ട്, S2 എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങോട്ട് പോകാൻ ഈ കുട്ടി എത്രയാ? 3 km/h എടുക്കുമ്പോൾ തിരിച്ചെത്താൻ ഈ കുട്ടി എത്ര എടുക്കുന്നത്? 2 km/h ആണ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് നമുക്കറിയില്ല, X ആണ്. ഓക്കെ. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ അറിയുന്ന എന്താണ്? സ്പീഡ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എന്ത്? ടൈം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അതായത് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതിൽ നിന്ന് നമ്മൾ D/S=T എന്നുള്ളൊരു ഫോർമുല എടുത്തു. അതായത് T നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ടാണ് നമ്മളവിടെ Tയുടെ ആ ഒരു ഫോർമുല എടുത്ത് വെച്ചിരിക്കുന്നത്. എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അതായത് ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഡിസ്റ്റൻസ് രണ്ടിടത്തായാലും സെയിം ആണ് അല്ലേ. ഇവിടെ സ്കൂളിൽ നിന്ന്, അതായത് വില്ലേജിൽ നിന്ന് സ്കൂളിലെത്താൻ എടുക്കുന്ന ഡിസ്റ്റൻസും സ്കൂളിൽ നിന്ന് തിരിച്ച് വില്ലേജിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ കോൺസ്റ്റന്റ് X കൊടുത്തിരിക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് പോവാണ്, X അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡാണ് കേട്ടോ. അതായത് 3 km/h 3 km/hന്റെ കൂടെ എന്ത് കൂട്ടാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുക്കുന്ന സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതായത് X/2 km/h ആണ് എന്ത്? 5. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതായത് നമുക്കൊരു T എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ T വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ D/S എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പം ഇവിടുത്തെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ X കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അതായത് ഈ ഒരു Xന് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന, അങ്ങോട്ട് പോകാൻ എടുക്കുന്ന സ്പീഡ് പ്ലസ് ഇങ്ങോട്ട് വരാൻ എടുക്കുന്ന സ്പീഡായിരിക്കും എന്ത്? ടൈം. മനസ്സിലായോ? ഡിസ്റ്റൻസ് ബൈ S=T. ഇതാണ് ഫോർമുല. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? അതായത് X/2 പ്ലസ് X/3 പ്ലസ് X/2 = 5 എന്ന് കിട്ടി. അതായത് 2x പ്ലസ് 3x = 5 ഇൻറ്റു 3 ഇൻറ്റു 2 എത്രയാണ്? 6 കിട്ടി. 5x = 30 കിട്ടി. X എന്ന് പറഞ്ഞാൽ എന്താണ്? 6 km ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡാണ് ടൈം എന്ന് അറിയാം. അപ്പോൾ ടൈം ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂവിനെ വെച്ചിട്ട് നമ്മൾ പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ നമുക്ക് കോൺസ്റ്റന്റ് ആണ്, അതായത് X ആണെന്ന് അറിയാം. അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസും തിരിച്ചു വരുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. ഈ 2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും എടുക്കുന്ന സമയമാണ് 5 hours എന്ന് പറഞ്ഞത്. അതായത് അങ്ങോട്ട് പോകാൻ എടുക്കുന്ന സ്പീഡ് പ്ലസ് തിരിച്ചിങ്ങോട്ട് വരാൻ എടുക്കുന്ന സ്പീഡ്, അതായത് അങ്ങോട്ട് പോകാൻ എടുക്കുമ്പോഴുള്ള ഒരു X/, സ്പീഡും തിരിച്ചു വരുമ്പോഴുള്ള ഒരു X/, സ്പീഡും ആണ് എന്ത്? 5. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 5 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കിട്ടുക. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടുന്നുണ്ട്? 6 km കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ സോൾവ് ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A and B travels the same distance at 9 km/h and 10 km/h respectively. അതായത് A 9 km/h B 10 km/h ട്രാവൽ ചെയ്യുന്നത്. If A takes 36 minutes longer than B, the distance traveled by each is. നമ്മൾ നേരത്തെ തന്ന അതേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. ഇവിടെ നമ്മൾക്ക്
ഒന്ന് ചെറുതായിട്ടൊന്ന് ലോജിക്ക് യൂസ് ചെയ്താലാണ് നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് കിട്ടുക. അപ്പം ഇതിലെങ്ങനെയാണ് ആൻസർ കിട്ടുക എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് ഡിസ്റ്റൻസ് ആണ് അല്ലേ, നമുക്കറിയില്ല എക്സ് ആണ്. അപ്പൊ അത് നമുക്കറിയാം, എന്താ ഡിസ്റ്റൻസ് ഇവിടെ എക്സ് ആണ്. നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഒന്നും തന്നിട്ടില്ല. പകരം നമുക്ക് മറ്റ് രണ്ട് ക്ലൂസ് തന്നിട്ടുണ്ടല്ലേ. ഒന്ന് സ്പീഡാണ്, അതായത് S1 എ ട്രാവൽ ചെയ്യുന്ന SA അല്ലെങ്കിൽ S1 എ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 9 km/h ആണ്. ബി ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 10 km/h ആണ്. ഇനി ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന മറ്റൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ എ ട്രാവൽ ചെയ്യുന്നപ്പോൾ, അതായത് ബി ട്രാവൽ ചെയ്യുന്നതിനേക്കാളും 36 മിനിറ്റ്സ് കൂടുതൽ എടുക്കുന്നുണ്ട് ആര് ട്രാവൽ ചെയ്യുമ്പോൾ? എ ട്രാവൽ ചെയ്യുമ്പോൾ. കാര്യം എന്താണ്? എയുടെ സ്പീഡ് കുറവാണ്. ഇവിടെ 9 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 9 കിലോമീറ്റർ സഞ്ചരിക്കുള്ളൂ. ഇവിടെയാണെങ്കിലോ ബി ആണെങ്കിലോ 1 കിലോമീറ്ററിൽ 10, ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം പൊതുവെ ഇയാൾ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാളെടുക്കുന്ന ടൈമിനേക്കാളും 36 മിനിറ്റ്സ് കൂടുതൽ ആരെടുക്കുന്നുണ്ട്? എ എടുക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് സംഗതി എത്ര ഉള്ളൂ, ടൈമിൻ്റെ കാര്യമാണോ പറയുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതായത് നമ്മളുടെ എ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ല, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ സ്പീഡ് എത്രയാണ്? 9 ആണ് അല്ലേ. ഇനി വൈ എടുക്കുന്നതോ? എക്സ്, നമുക്ക് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയില്ല, അപ്പോൾ നമ്മൾ എക്സ് ഇട്ട് കൊടുത്തു, ബൈ അയാളുടെ സ്പീഡ് എത്രയാണ്? 10. അതായത് ഇയാൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇയാൾ എടുക്കുന്നതിനേക്കാളും 36 മിനിറ്റ്സ് കൂടുതലായിരിക്കും അല്ലേ. അതായത് ഇയാൾ മൈനസ് ഇയാളുടെ ടൈം എന്ന് പറയും. ഇയാളെടുക്കുന്ന ടൈം മൈനസ് ഇയാളെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 ആയിരിക്കും. കത്തിയോ? അതായത് ഇയാളേക്കാൾ, അതായത് എ എന്ന് പറയുന്ന ആൾ ബിയേക്കാൾ കൂടുതൽ 36 മിനിറ്റ്സ് കൂടുതൽ സമയം എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എയുടെ ടൈമിൽ നിന്ന് 36 മിനിറ്റ്സ് കുറച്ചാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബിയുടെ ടൈം കിട്ടുള്ളൂ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 36 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഈ മിനിറ്റ്സിന് നമുക്ക് എന്താക്കി മാറ്റണം? ഇവിടെ km/h സ്പീഡ് തന്നിരിക്കുന്നത്, രണ്ടിനും km/h ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടൈമും എന്താക്കി മാറ്റണം? നമ്മൾ അവറാക്കി മാറ്റണം. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ടാവും? 60 മിനിറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 36 മിനിറ്റ്സിനെ നമ്മൾ അവറാക്കി മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60 കൊടുക്കണം. ഇത് സെക്കൻഡ്സ് ആക്കണം എന്നുണ്ടെങ്കിലോ ഇൻറ്റു 60 കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈ ഒരു മിനിറ്റ്സിന് നമ്മൾ അവറാക്കി മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60 കൊടുക്കണം. അതായത് ഇതിൻ്റെ ഒരു യൂണിറ്റ്സ് ഇവിടെ രണ്ടും km/h ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സ് ആയിട്ട് കോമ്പാറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ 36/60 നമ്മളിവിടെ എഴുതേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നോക്കാം, ഇനി ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുകയാണ്. അതായത് 10x മൈനസ് 9x 10x മൈനസ് 9x ഡിവൈഡഡ് ബൈ 9 × 10 90 ആണ്. ഈക്വൽസ് 36/60 ആണ്. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? 10x മൈനസ് 9x എന്ന് പറഞ്ഞാൽ x ആണ്. x ഈക്വൽസ് ഈ 90 ഇങ്ങോട്ട് കൊണ്ടുപോയി, അതായത് 36 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 90 ആയി. 0 ക്യാൻസൽ ആയി പോയി. 6 36ൽ 6 ടൈംസ് പോകും. 6 × 9 എന്ന് പറഞ്ഞാൽ 54 ആണ് അല്ലേ. അതായത് 54 കിലോമീറ്റേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യുക. നേരത്തെ പറഞ്ഞ ഹൗ എ ഗേൾ ട്രാവൽസ് ഫ്രം ഹർ വില്ലേജ് ടു സ്കൂളും ഈ പറയുന്ന എ ആൻഡ് ബിയുടെ സ്പീഡ് രണ്ടും ഡിഫറെൻ്റ് ആക്കി തന്നിട്ട് നമ്മളോട് ഒന്നുകിൽ ടൈം കണ്ടെത്താൻ പറയും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറയും. നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയും സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മിക്കപ്പോഴും എക്സാമിന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ തന്നെ പല ആളുകളും ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ,
മിക്കപ്പോഴും വരുന്നതാണ്. ട്രെയിനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളോട് റിലേറ്റീവ് സ്പീഡ് കണ്ടെത്താൻ പറയും അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതൊക്കെ ചോദിക്കും, ടൈം ടേക്കണൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ഈ ട്രെയിനിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: How long will a 150-meter long train running at a speed of 60 km/h take to cross a bridge of 300 meter? അപ്പം 150 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ 300 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാനായിട്ട് 60 km/h സ്പീഡിൽ പോവുകയാണ് എങ്കിൽ എത്ര സമയത്തിൽ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും? നമ്മൾക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്ത്? സ്പീഡ് അല്ലേ. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 60 ആണ് അല്ലേ. 60 km/h ആണ്. ഇനി ഇതിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടെത്തുക? ഡിസ്റ്റൻസ് 300 മീറ്റർ ആണ് അല്ലേ. അല്ല, 300 മീറ്ററും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഈ ട്രെയിനിൻ്റെ ലെങ്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം എപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ മനസ്സിലോർക്കുക, ഒരു ടണൽ ക്രോസ് ചെയ്യാനാണെങ്കിലോ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനൊക്കെ ആണെന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ ട്രെയിനിൻ്റെ ലെങ്ത്, അതായത് 150 മീറ്റർ എന്ത് ചെയ്യണം? നമ്മളുടെ ബ്രിഡ്ജിൻ്റെ 300 മീറ്ററിനോട് കൂട്ടിച്ചേർക്കണം. അതായത് 450 മീറ്റേഴ്സ്. ഇതാണ് നമ്മളുടെ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലെങ്ത്, ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടെത്തുക. ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ലെങ്ത് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമുക്ക് തന്നിരിക്കുന്ന സ്പീഡിൻ്റെ യൂണിറ്റ് km/hലാണ് ആൻഡ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് മീറ്ററിലാണ് അല്ലേ. അപ്പം നമ്മൾ ഈ സ്പീഡിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് km/h നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5/18 ആണ് ചെയ്യേണ്ടത്. അതായത് 60 × 5/18. ഇനി 18ലും 6ലും ഏറ്റവും കൂടുതലായിട്ട് പിന്നെ പോകുന്ന വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും അല്ലേ. അപ്പം 6 18ൽ 3 ടൈംസ് പോവും, 60ൽ 10 ടൈംസ് പോവും. അതായത് ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന ആൻസർ 50/3 ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 50/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 സെക്കൻഡിൽ 50 മീറ്റർ സഞ്ചരിക്കും. നമ്മളുടെ സ്പീഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളുടെ ട്രെയിന് എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് 450 മീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ഈ ഒരു സ്പീഡിൽ എത്ര ടൈം എടുക്കും? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ. അതായത് P/D/S ആണ്. അതായത് D എന്ന് പറഞ്ഞാൽ 450 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ 50/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിടാൻ പോവാണ്. അതായത് 450 മീറ്റർ ഇൻറ്റു ബൈ 1 ഇൻറ്റു റെസിപ്രോക്കേറ്റ് ചെയ്യാണ് 3/50 സെക്കൻഡ്സ്. എക്സും തിരിഞ്ഞു വന്നു കേട്ടോ. 3 സെക്കൻഡ്സ് ആണ്. 3 സെക്കൻഡ്സ് ബൈ 50 മീറ്റർ ആയി. ഈ മീറ്റർ കട്ടായി കൊടുക്കും. ഓക്കെ, ഇനി 50ൽ എത്ര ടൈം പോകും? 5:45 അവർ 9 ടൈംസ്. ഓക്കെ, ഇനി 9 × 3 എന്ന് പറഞ്ഞാൽ 27 സെക്കൻഡ്സ്. നമ്മളുടെ ആൻസർ എത്രയാണ്? ഈ 450 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 50 മീറ്റർ ബൈ 30 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിൻ എത്ര സമയം എടുക്കും? 27 സെക്കൻഡ്സ് ആണ് എടുക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ ട്രെയിനിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് പൊതുവെ ട്രെയിനിൽ നിന്ന് വരുന്ന ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്റ്റും കൂടി ഉണ്ട് ഈ ഒരു സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ. അത് റിലേറ്റീവ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് നമ്മൾ പഠിച്ചു. അടുത്തത് റിലേറ്റീവ് സ്പീഡാണ്. ഈ റിലേറ്റീവ് സ്പീഡ്
നോക്കിയിട്ട് പൊതുവെ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ ഒരു ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. അപ്പം രണ്ടിടത്തും സെയിം തന്നെയാണ്. അതായത് എ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് നമ്മളുടെ എക്സ് എന്ന് പറയുന്ന ട്രെയിൻ ട്രാവൽ ചെയ്യാനുണ്ട്, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ബി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് വൈ എന്ന് പറയുന്ന ട്രെയിൻ ഈ ഡിറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കും. അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ സ്പീഡ് പ്ലസ് വൈൻ്റെ സ്പീഡായിരിക്കും റിലേറ്റീവ് സ്പീഡ്. ഓക്കെയോ, എക്സിൻ്റെ സ്പീഡ് പ്ലസ് വൈൻ്റെ സ്പീഡ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ പ്ലസ്, ഓർത്താൽ മതി, കുരിശാണ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ. എന്നാൽ അല്ലേ, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അവിടെ നമ്മൾ ഒരു ക്രൂസിൻ്റെ, ഞാൻ നെഗറ്റീവ് മീനിങ്ങിൽ പറയല്ല, പക്ഷെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ വേറൊരു കൊണോട്ടേഷൻ കാണരുത്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ കുരിശാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി രണ്ടും സെയിം ഡിറക്ഷനിലാണെന്നുണ്ടെങ്കിലോ, അതായത് എയിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ട്രെയിൻ ഈ ഒരു ഡിറക്ഷനിൽ പോയി, അതേ സ്റ്റേഷനിൽ നിന്ന് വൈ എന്ന് പറയുന്ന ട്രെയിൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഡിറക്ഷനിൽ പോയി എന്ന് വിചാരിക്കാം. ഇങ്ങനെ രണ്ടും കൂടി സെയിം ഡിറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് വെച്ചാൽ എക്സിൻ്റെ സ്പീഡ് മൈനസ് വൈൻ്റെ സ്പീഡായിരിക്കും. മനസ്സിലായോ? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അഡീഷൻ ആണ്, സെയിം ഡിറക്ഷനിലാണെങ്കിൽ സബ്ട്രാക്ഷൻ ആണ്. ഓർത്തിരിക്കുക, റിലേറ്റീവ് സ്പീഡ് ആണെങ്കിൽ എപ്പോഴും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ അവിടെ എന്താണ്, പ്ലസ് ആണ് വരിക. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അഡീഷൻ വരുന്നു, സെയിം ഡിറക്ഷനിൽ പോകുമ്പോൾ അതിൽ സബ്ട്രാക്ഷൻ മൈനസ് ആണ് വരിക. പിന്നെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. The two trains of respective lengths 160 meter and 200 meter travel at the speeds of 48 meter per second and 52 meter per second respectively in opposite direction to each other. What is the total time taken by them to cross each other? ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോഴേക്കും നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വലിയ ചോദ്യമാണ് നമുക്ക് കിട്ടുകയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലാവും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു. ഇത്ര വലിയൊരു പുറത്തേക്ക് കാണുമ്പോൾ ഉള്ള ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, പക്ഷേ സംഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ റിലേറ്റീവ് സ്പീഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആൻസർ കണ്ടെത്തുന്നത്. കാര്യം രണ്ട് സ്പീഡുകൾ തന്നിട്ടുണ്ട് അല്ലേ, രണ്ട് ട്രെയിൻസിൻ്റെ സ്പീഡുകളാണ് തന്നിട്ടുള്ളത്. അവിടുത്തെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും നമുക്ക് എന്ത് തന്നിട്ടില്ല, കൃത്യമായിട്ട് തന്നിട്ടില്ല. പകരം രണ്ട് സ്പീഡും ട്രെയിനിൻ്റെ ലെങ്ത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആണെന്നൊന്നും നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ആവറേജ് സ്പീഡല്ല നമുക്ക് കണ്ടെത്തേണ്ടത്, പകരം എന്താണ് റിലേറ്റീവ് സ്പീഡാണ് കണ്ടെത്തേണ്ടത്. നോക്കാം. അപ്പം രണ്ട് ട്രെയിൻസ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലെങ്ത് കണ്ടെത്തുമ്പോൾ ഡിസ്റ്റൻസ് കണ്ടെത്തുമ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുക? ആദ്യത്തെ ട്രെയിൻ പ്ലസ് രണ്ടാമത്തെ ട്രെയിൻ അല്ലേ, നേരത്തെ നമ്മൾ ബ്രിഡ്ജും ട്രെയിനും ആഡ് ചെയ്യാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ലെങ്ത് കണ്ടെത്തണമെങ്കിൽ ആദ്യത്തെ ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത്, അതായത് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ് 160 മീറ്റർ. ആദ്യത്തെ ട്രെയിനിന് 160 മീറ്റർ ദൂരം ലെങ്ത് ഉണ്ട്, രണ്ടാമത്തെ ഇതിൽ എത്രയാണ് 200 മീറ്റർ ആണ് ലെങ്ത് ഉള്ളത്. അതായത് മൊത്തത്തിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360 മീറ്റേഴ്സ് ആണ്. ഓർക്കുക, നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് എങ്ങനെയാണെന്ന് അറിയില്ല, ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു ട്രാവൽ ചെയ്യുന്ന റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 48 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇനി വലിയ പ്രശ്നമില്ല, 48. രണ്ടാമത്തേതോ 52 ആണ്, 52 മീറ്റർ പെർ സെക്കൻഡ്. ഇത്
അഡീഷൻ നടത്തണോ സബ്ട്രാക്ഷൻ നടത്തണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇതിന് തന്നിരിക്കുന്ന ക്ലൂ എന്താണെന്ന് നോക്കാം. 52 meter per second respectively in opposite direction എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ക്വസ്റ്റ്യനിൽ, ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റിലേറ്റീവ് സ്പീഡ് കണ്ടെത്തുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷൻ ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായി 48 plus 52 ആണ്, അതായത് 100 meter per second ആണ് നമ്മളുടെ ട്രെയിൻസിന്റെ റിലേറ്റീവ് സ്പീഡ്. മനസ്സിലായോ? തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് 160 plus 200 360 മീറ്റർ കിട്ടി. സ്പീഡ്സ് റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാണ് 48 plus 52, ദാറ്റ് ഈസ് 100 meter per second. ഇനി ഇതിൽ നിന്ന് ടൈം എടുക്കാൻ എളുപ്പമല്ലേ? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതായത് 360 by 100 ദാറ്റ് ഈക്വൽസ് 3.6 എന്താ വരിക? സെക്കൻഡ് ആണോ അവറാണോ വരിക? സെക്കൻഡ്സ് ആണ് വരിക അല്ലേ? ഇതാണ് നമ്മളുടെ ആൻസർ. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടിയില്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പൊതുവെ എക്സാമിന് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിൽ നിന്നാണ് നമ്മൾ പൊതുവെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ വരിക. അപ്പോൾ നമുക്കത് എന്തായാലും സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും പ്ലീസ് സ്റ്റേ സേഫ്.